ഇന്നലെ ബിഗ് ബോസ് എപ്പിസോഡിൽ മെയിനായിട്ട് 2 ടോപ്പിക്കായിരുന്നു ഏറ്റവും കൂടുതൽ സംസാരിക്കാനുണ്ടായിരുന്നത്. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഷാനവാസും ആദിലയും നൂറയും തമ്മിലൊക്കെയുള്ള ഒരു ഇഷ്യൂ ആയിരുന്നു. ആദിലയും നൂറയും ഉണ്ടെങ്കിൽ ഷാനവാസിനെ പറ്റി പറയുന്നുണ്ട് നല്ല വ്യക്തിയാണ്, പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു മെയിൽ ഷോവനിസ്റ്റ് ആണ് എന്നുള്ള ഒരു കാര്യം ആദിലയും നൂറയും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇതിനെപ്പറ്റി ഷാനവാസ് അറിഞ്ഞു. ഷാനവാസ് ആദിലെ അടുത്ത് പറഞ്ഞു, നീയൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ പാടുണ്ടായിരുന്നു, ഇതൊക്കെ വെളിയിൽ എങ്ങനത്തുള്ള മെസ്സേജാണ് എന്നെപ്പറ്റി പോകുന്നത്, ഇതൊക്കെ ഇതിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം 1-2 മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതുപോലത്തുള്ള സംസാരിച്ചാലും കുഴപ്പമില്ല, പക്ഷേ ഇത് നടക്കുന്നതിൻ്റെ ഇടയിൽ ഈ ഒരു സീസൺ നടക്കുന്നതിൻ്റെ ഇടയിൽ എന്നെപ്പറ്റി ഇങ്ങനെ പറയാം, എങ്ങനെ തോന്നി ആദിലാന്ന് പറഞ്ഞിട്ട് ആദിലെ അടുത്തൊക്കെയായിരുന്നു ഷാനവാസ് ഭയങ്കരമായിട്ടുള്ള സംസാരമൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അതായിരുന്നു മെയിനായിട്ട് നടന്നിട്ടുള്ള ഒരു ഇഷ്യൂ ആദ്യത്തേത്. രണ്ടാമത്തേത് ഇന്നലത്തെ ക്യാപ്റ്റൻസി ടാസ്ക്കാണ്. അതിനകത്ത് പങ്കെടുത്തത് 3 പേരായിരുന്നു. അനുമോള്, സാബു, അതുപോലെ തന്നെ ആര്യൻ. ഇവർ 3 പേർക്കും ഒരു കയറ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് പിടി വിടാതിരിക്കണം. പിടി വിട്ട് കഴിഞ്ഞാൽ അവരതിൽ നിന്ന് തോറ്റും. അവസാനം വരെ നിൽക്കുന്ന ആൾ ക്യാപ്റ്റൻ. അതങ്ങനെ രാവിലെ തൊട്ട് തുടങ്ങിയതാണ്. അതിൻ്റെ ഇടയിൽ കുറേയധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അനുമോളുടെ ദേഹത്ത് ആര്യൻ ടച്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ അനുമോളും ആര്യൻ തമ്മിലൊക്കെ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം രാവിലെ ഒരു 10 മണിയോളം സ്റ്റാർട്ട് ചെയ്തതാണ്. തീർന്ന സമയത്ത് വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അത്രയും നേരം നീണ്ടു നിന്ന ഒരു ടാസ്ക് ആയിരുന്നു. അവരതും പിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ അനുമോൾക്ക് ബാത്റൂമിൽ പോകണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇല്ല, അത് സമ്മതിക്കത്തില്ല എന്ന് ബാക്കിയുള്ളവരൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആദില പറയുന്നുണ്ട്, ഇല്ല വേണമെങ്കിൽ സമ്മതിക്കാൻ ഞാനൊക്കെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും സാബും ആര്യനും പറയുന്നുണ്ട് അതൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു ടാസ്ക് അങ്ങനെ തന്നെ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇതിനിടയിൽ ഒനിയിൽ വന്നിട്ട് ഇത് കുളമാക്കാനുള്ള ശ്രമങ്ങളൊക്കെ ആയിരുന്നു. കുളമാക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് കാണുമ്പോഴത്തേനും ദേഷ്യം വരാം, പക്ഷെ ഇന്നലെ പോലും അതൊരു ഭയങ്കര എൻജോയ്മെൻ്റ് ആയത് പുള്ളിക്കാരൻ വന്നൊന്ന് അതിൻ്റെ ഇടയിൽ കയറി കുളമാക്കാൻ ശ്രമിച്ചപ്പോഴാണ്. ഈ ഒരു അനുമോളും അതുപോലെ തന്നെ ആര്യനും അതുപോലെ തന്നെ സാബും ഒക്കെ ഉള്ളതിൻ്റെ ഇടയിൽ കയറി വന്നിട്ട് ഈ കയറിൻ്റെ അവിടെ നിൽക്കുവാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മൂവാൻ പറ്റുന്നില്ല. അതും കിച്ചണിലാണ് നടക്കുന്നത്. എന്നിട്ട് നെവിനുണ്ടെങ്കിൽ ഈ ഒരു കയറൊക്കെ പിടിച്ചുകൊണ്ട് എല്ലാവരെയും പിടിച്ചുകൊണ്ട് താഴെ വീഡിയോ ആണ് ചെന്നിട്ടുണ്ടായിരുന്നത്. വീണിട്ട് പോലും 3 പേരും വിട്ടുകൊടുക്കാൻ റെഡി ആയിട്ടില്ലായിരുന്നു. എല്ലാവരും അനുമോളൊക്കെ ആണെങ്കിൽ നെവിൻ്റെ ദേഹത്ത് കിടന്ന് ഉറങ്ങുമായിരുന്നു. എന്തായാലും അവസാനം ഇതൊന്നും വർക്കാവാതായിരുന്ന സമയത്ത് എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ തന്നെ മാറിപ്പോയി. പിന്നെ അതിന് ശേഷം അനുമോളെ പിന്നെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി നേരെ ചെന്ന് അവളുടെ കട്ടിലേക്ക് കയറി കിടക്കുന്നുണ്ടായിരുന്നു. അനുമോൾ ഇത് കണ്ടിട്ട്, നീ എന്തോ ഈ ചെയ്യുന്നത്, നീ അവിടെയൊക്കെ കടന്നതല്ലേ, ഉടനെ വന്ന് എൻ്റെ ബെഡിലാണ് ഇത് കണക്ക് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ അനുമോളും നെവിനും തമ്മിൽ ഭയങ്കരമായിട്ട് ഇഷ്യൂ ഒക്കെ ഉണ്ടാവുന്നുണ്ടായിരുന്നു. മാറുക എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ നെവിൻ അതൊന്നും കേൾക്കാതെ അവിടെ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയിൽ തന്നെ നോമിനേഷൻ നടക്കുന്നുണ്ടായിരുന്നു. ഓരോരുത്തരായിട്ട് വന്ന് ഓരോ പേരുകളൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ വട്ടത്തെ ബിഗ് ബോസ് നോമിനേഷനിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്, നോമിനേറ്റ് ആയിട്ടുള്ള ആരൊക്കെയാന്ന് പറഞ്ഞാൽ ലക്ഷ്മി ആയിട്ടുണ്ട്, അതുപോലെ തന്നെ ആര്യനുണ്ട്, നെവിനുണ്ട്, അതുപോലെ തന്നെ ഷാനവാസ് ഉണ്ട്, നൂറയുണ്ട്. ഇവർ ഇത്രയാണ് ഇപ്പോൾ സെലക്ട് ആയിട്ടുള്ളത്. ഇതിന് ശേഷം പിന്നെ ആ ഒരു ടാസ്ക് തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ബിഗ് ബോസിന് തന്നെ മനസ്സിലായിട്ടുണ്ട് ഇതിങ്ങനെ പോയാൽ ശരിയാവത്തില്ല. ഇവർ നാളത്തേനുള്ള പ്ലാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസ് പറയുന്നത്, നിങ്ങൾ ഈ ഒരു കയർ നേരെ നിങ്ങളുടെ കൈ നേരെ പിടിച്ചിങ്ങനെ വെച്ചേക്കുക, ആരാണോ കൈ മാറ്റുന്നോ മടക്കുന്നോ ഒക്കെ ഉള്ളത് അവർ ഔട്ടാവും, അവസാനം വരെ നിൽക്കുന്നവർ ജയിക്കും. അങ്ങനെ 3 പേരിങ്ങനെ നിന്നു തുടങ്ങി. കുറേ നേരം ആവുന്നുണ്ട്. ഇതിൻ്റെ ഇടയിലും അനുമോളൊക്കെ ഉണ്ടെങ്കിൽ കൈ മടക്കുന്നുണ്ടായിരുന്നു. എന്തോ ബാക്കിയുള്ളവരൊക്കെ എന്താ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് നോക്കുന്ന രീതിയിൽ ഇടയ്ക്ക് വെച്ച് കൈയൊക്കെ മടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ലൈവിലാണ് കൂടുതൽ കണ്ടിട്ടുള്ളവർക്കറിയാം. എന്തായാലും അവസാനം ഫസ്റ്റ് ഔട്ടായി പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ തന്നെയായിരുന്നു. അനുമോൾ കുറേ വട്ടം ഇങ്ങനെ കൈ മടക്കി എന്ന് പറഞ്ഞിട്ട് അനുമോളെ ആതിര പറഞ്ഞങ്ങനെ അനുമോള് പോയി. അതിന് ശേഷം ആര്യനും സാബുവും ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കുറേ നേരമായിട്ട് പിടിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അവസാനം കുറച്ച് കഴിഞ്ഞപ്പം ആര്യനും ചെറുതായിട്ട് മടക്കുന്നത് കണ്ട് ആതില ഉണ്ടെങ്കിൽ ആര്യൻ മടക്കി എന്ന് പറഞ്ഞിട്ട് ആര്യനെയും ആ ഒരു ഗെയിമിൽ നിന്ന് പുറത്താക്കുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവസാനം ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് സാബുവാണ്. ഇതൊക്കെയായിരുന്നു ഇന്നലത്തെ ബിഗ് ബോസിലെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ. അതെല്ലാം ഒന്ന് ചുരുക്കി പറഞ്ഞു എന്നേ ഉള്ളൂ.